2026 ജനുവരി 3-ന് വെനസ്വേലൻ തലസ്ഥാനത്ത് അയാളുടെ സ്വന്തം കൊട്ടാരത്തിന്റെ മുറ്റത്ത് വെച്ച് അമേരിക്ക നിക്കോളാസ് മഡൂറോയെ പൊക്കി. ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. വെറും 2 മണിക്കൂറും 28 മിനിറ്റും മാത്രം നീണ്ട ഓപ്പറേഷൻ. US ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകളും 150-ലധികം യുദ്ധവിമാനങ്ങളും പങ്കെടുത്ത മൾട്ടി ഡൊമൈൻ അറ്റാക്കിലൂടെ കാരക്കാസിലെ മഡൂറോയുടെ വസതിയിലേക്ക് നടന്നുകയറിയ കമാൻഡോകൾ മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും കീഴടക്കി. കുറ്റം നാർക്കോ ടെററിസം, കൊക്കൈൻ കടത്ത്, മാരകായുധങ്ങൾ കൈവശം വയ്ക്കൽ, അങ്ങനെ 100,000 വകുപ്പുകൾ. പിടികൂടിയ മഡൂറോയെ ആദ്യം USS ഐവോ ജിമ യുദ്ധക്കപ്പലിലേക്കും പിന്നെ ബ്രൂക്ലിനിലെ ജയിലിലേക്കും മാറ്റി. ലോകം ഇപ്പോഴും ചോദിക്കുന്നു, എന്തിനായിരുന്നു ഈ ഓപ്പറേഷൻ? ലോക ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത അറസ്റ്റിന് തക്കവണ്ണം എന്ത് കുറ്റമാണ് നിക്കോളാസ് മഡൂറോ ചെയ്തത്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഓരോ അമേരിക്കൻ കുറ്റപത്രത്തിലും ചുരുളഴിയുകയാണ്, മനുഷ്യരെ അമ്പരപ്പിച്ചുകൊണ്ട്. വെനസ്വേല ഭരിച്ചവരും മയക്കുമരുന്ന് കാർട്ടലുകളുമായുള്ള ബന്ധം വേർപിടിക്കുന്നത് 1995-ലാണ്. അത് വെനസ്വേലയുടെ മുൻ പ്രസിഡന്റായ ഹ്യൂഗോ ഷാവേസിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. ഹ്യൂഗോ ഷാവേസ് കടുത്ത അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ 1-ാം നമ്പർ ലോക നേതാവായി വാഴുന്ന കാലം. ലാറ്റിൻ അമേരിക്കയിലെ അമേരിക്കൻ രാഷ്ട്രീയ സൈനിക സ്വാധീനം ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലൂന്നിയ പ്രവർത്തനം. ആ പേരിൽ ലോകമെങ്ങുമുള്ള ആന്റി അമേരിക്കൻ രാജ്യങ്ങളുടെ സഹായം പറ്റി വെനസ്വേലയെ കഷ്ടിച്ച് ഭരിക്കുന്നതിനിടയിലാണ് രാജ്യത്തിന്റെ അതിർത്തിയിൽ വളരുന്ന പുതിയ ഡ്രഗ് കാർട്ടലുകളെക്കുറിച്ചുള്ള വിശദമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഷാവേസിന് കിട്ടുന്നത്. കാർട്ടലുകളെ ഇല്ലാതാക്കാനല്ല ഹ്യൂഗോ ഷാവേസ് ആ ഇന്റൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുപയോഗങ്ങളുണ്ടായിരുന്നു. കൊളംബിയയിലെ ഇടതുപക്ഷ തീവ്രവാദ സംഘടനയായ ഫാർക്ക് എന്ന റെവല്യൂഷണറി ആംഡ് ഫോഴ്സസ് ഓഫ് കൊളംബിയ അക്കാലത്ത് വലിയ ക്ഷീണത്തിലാണ്. ഹ്യൂഗോ ഷാവേസിന് ഇവരുമായി നല്ല ബന്ധമുണ്ട്. ആയുധങ്ങളും പണവും വേണമെങ്കിൽ ഡ്രഗ് കാർട്ടലുകളുമായി ചേരുക എന്നതാണ് ഷാവേസിന്റെ വിശ്വസ്തർ ഫാർക്കിനെ അറിയിച്ചത്. നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നിരുന്ന കൊക്കൈൻ കച്ചവടം ഫാർക്ക് അതോടെ വിപുലമാക്കി. കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവന്റെ ഉറപ്പാണ്. ഷാവേസ് അയാളുടെ ഭരണകൂടത്തിലെയും മിലിറ്ററിയിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരെ ഈ ഡ്രഗ് ട്രാഫിക്കിംഗ് കോറിഡോറുകളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഒന്നും വെറുതെ വേണ്ട, കടത്തുന്നതിൻ്റെ ഒരു പങ്ക് അവർക്കും കിട്ടും. കാശും അധികാരവും കിട്ടിയതോടെ കൊളംബിയൻ അതിർത്തിയിലെ സൈന്യത്തിന് ഹ്യൂഗോ ഷാവേസിനോട് എക്കാലത്തേക്കുമുള്ള കൂറ് വന്നു. അങ്ങനെയാണ് കാർട്ടൽ ഡി ലോസ് സോലോസിന്റെ ജനനം. കാർട്ടൽ ഓഫ് ദി സൺസ്, സൂര്യന്മാരുടെ സംഘം. വെനസ്വേലൻ നാഷണൽ ഗാർഡിലെയും ആർമിയിലെയും ടോപ്പ് റാങ്കിലുള്ളവർ യൂണിഫോമിൽ ധരിച്ചിരുന്ന സൂര്യന്റെ ആകൃതിയിലുള്ള നക്ഷത്ര ചിഹ്നങ്ങളിൽ നിന്നാണ് സംഘത്തിന് ആ പേര് കിട്ടുന്നത്. ഇവിടേക്കാണ് നിക്കോളാസ് മഡൂറോയുടെ വരവ്. കാരക്കാസിലെ തുറമുഖ ട്രേഡ് യൂണിയൻ നേതാവ് മാത്രമായിരുന്ന മഡൂറോ ചുരുങ്ങിയ കാലം കൊണ്ട് ഷാവേസിന്റെ വിശ്വസ്തനായി. ഭരണകൂടത്തിന്റെ തണലിൽ വളരുന്ന മയക്കുമരുന്ന് ക്രിമിനൽ ശൃംഖലയ്ക്ക് തൻ്റെ ഭാഗത്തുനിന്ന് നേതൃത്വം നൽകാൻ ഷാവേസിന് മഡൂറോയെ പോലൊരാൾ വേണമായിരുന്നു. അധികം വൈകാതെ നിക്കോളാസ് മഡൂറോ വെനസ്വേലൻ നാഷണൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2001 മുതൽ 2006 വരെയുള്ള ഈ സമയം കാർട്ടൽ ഡി സോലോസിനെ ഏകോപിപ്പിക്കുന്ന ഒറ്റ ദൗത്യമാണ് അയാൾക്കുണ്ടായിരുന്നത്. പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ ലഭിച്ച നിയമ ആനുകൂല്യങ്ങളും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് വലിയ കൊക്കൈൻ ഷിപ്മെന്റുകൾക്ക് വെനസ്വേലൻ മണ്ണിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ മഡൂറോ വഴിയൊരുക്കി. കൊളംബിയയിലെ ലാബുകളിൽ പ്രോസസ്സ് ചെയ്യുന്ന കൊക്കൈൻ വെനസ്വേലൻ അതിർത്തി കടന്ന് കരീബിയൻ കടൽ വഴി പോകുമ്പോൾ അതിൻ്റെ രക്ഷാധികാരിയായി മഡൂറോ. ഈ കൊക്കൈൻ മുഴുവൻ എത്തുന്നത് മയാമി മുതൽ സാന്റിയാഗോ വരെയുള്ള അമേരിക്കയുടെ തെക്കൻ തീരങ്ങളിലാണ്. അവിടെ നിന്ന് യൂറോപ്പിലേക്കും. കാര്യങ്ങൾ വെടുപ്പായി ചെയ്യുന്നത് കൊണ്ടാകാം 2006 നിക്കോളാസ് മഡൂറോയെ ഷാവേസ് വെനസ്വേലയുടെ വിദേശകാര്യ മന്ത്രിയായി നിയമിച്ചു. ഒരു ഡ്രഗ് ട്രാഫിക്കർക്ക് അത്തരമൊരു ഡിപ്ലോമാറ്റിക് പദവിയിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം മഡൂറോ ചെയ്തു എന്നാണ് അമേരിക്കൻ പ്രോസിക്യൂഷന്റെ ആരോപണം. അന്താരാഷ്ട്ര നിയമപ്രകാരം ഡിപ്ലോമാറ്റുകൾക്ക് വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും ഗ്രീൻ ചാനലുണ്ട്. ഈ ആനുകൂല്യം മഡൂറോ കാർട്ടൽ ഡി ലോസ് സോലോസിന് തുറന്നുകൊടുത്തു. ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസുള്ള കാർട്ടൽ ബോസുമാർക്ക് പോലും മഡൂറോ വെനസ്വേലയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുകൾ അനുവദിച്ചു. ഇതിന്റെ തെളിവുകൾ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഹാജരാക്കിയിട്ടുണ്ട്. നയതന്ത്ര പരിരക്ഷയുടെ ദുരുപയോഗം പാസ്പോർട്ടുകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മെക്സിക്കോയിലെ വെനസ്വേലൻ എംബസി കേന്ദ്രമാക്കി വലിയൊരു മണി ലോണ്ടറിംഗ് നെറ്റ്വർക്ക് തന്നെ മഡൂറോ സജ്ജമാക്കി. അമേരിക്കയിൽ കൊക്കൈൻ വിറ്റ് കിട്ടുന്ന പണം വെനസ്വേലയിൽ സുരക്ഷിതമായി എത്താനുള്ള വൈറ്റ് ചാനൽ. വിദേശകാര്യ മന്ത്രി എന്ന പദവിയിൽ മെക്സിക്കോയിലേക്ക് 400-ലേറെ വ്യാജ നയതന്ത്ര ദൗത്യങ്ങളാണ് മഡൂറോ ആസൂത്രണം ചെയ്തത്. ഈ ഫേക്ക് ഡിപ്ലോമാറ്റിക് മിഷനുകളുടെ മറവിൽ പ്രത്യേക വിമാനങ്ങൾ പറത്തി അമേരിക്കയിലും മെക്സിക്കോയിലും വിറ്റഴിക്കുന്ന മയക്കുമരുന്നിൻ്റെ പണം അയാൾ വെനസ്വേലയിലേക്ക് തിരികെ എത്തിച്ചു. ഈ വിമാനങ്ങൾക്കും ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ളതിനാൽ മെക്സിക്കൻ കസ്റ്റംസിനോ അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കോ പരിശോധിക്കാൻ സാധിക്കുമായിരുന്നില്ല. പെട്ടികളിലും ബാഗുകളിലുമായി ബില്യൺ കണക്കിന് ഡോളറാണ് ഇത്തരത്തിൽ വെനസ്വേലൻ ഭരണകൂടത്തിൻ്റെ കൈകളിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഷാവേസിന്റെ ആശീർവാദത്തോടെ മഡൂറോ തന്നെ മുൻകൈയെടുത്ത് കാർട്ടൽ ഡി ലോസ് സോലോസിന് ഒരു കൃത്യമായ ചട്ടക്കൂടുണ്ടാക്കുന്നത്.
കാർട്ടലിനെ അവർ 2 ഫ്രാക്ഷനുകളാക്കി തിരിച്ചു. ആദ്യത്തെ ഫ്രാക്ഷന് നേതൃത്വം കൊടുത്തത് മുൻ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ദിയോസ്ദാദോ കാബെലോയാണ്. സൈന്യത്തിലും നാഷണൽ ഗാർഡിലും കാബെലോയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. കൊളംബിയയിൽ നിന്ന് കൊക്കൈൻ സ്വീകരിക്കുന്നത് ഈ ഫ്രാക്ഷനാണ്. അമേരിക്കയിലേക്കുള്ള ഷിപ്മെന്റ് വെനസ്വേലൻ അതിർത്തി വിട്ടാൽ അവരുടെ പണി കഴിഞ്ഞു. പിന്നീടുള്ളത് 2ാം ഫ്രാക്ഷന്റെ ഉത്തരവാദിത്തമാണ്. താരിഖ് അൽ ഐസാമിയാണ് ഈ 2ാം ഘടകത്തെ നയിച്ചത്. വെനസ്വേലയുടെ മുൻ വൈസ് പ്രസിഡന്റും എണ്ണമന്ത്രിയുമായിരുന്നു താരിഖ് അൽ ഐസാമി. മിഡിൽ ഈസ്റ്റിലെ ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് അമേരിക്ക ആരോപിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലും വിമാനമാർഗമുള്ള മയക്കുമരുന്ന് കടത്തുമാണ് ഇവരുടെ പ്രധാന മേഖല. വെനസ്വേലയുടെ മുൻ സൈനിക ഇന്റലിജൻസ് മേധാവി ഹ്യൂഗോ കർവഹാലാണ് മഡുറോയുടെ നിർദ്ദേശപ്രകാരം 2 ഫ്രാക്ഷനുകളെയും കോർഡിനേറ്റ് ചെയ്തത്. ഇയാളിപ്പോൾ US-ലേക്ക് നാടുകടത്തപ്പെട്ട് വിചാരണ നേരിടുകയാണ്. മുൻ വെനസ്വേലൻ ആർമി ജനറൽ ക്ലിവർ അൽക്കാലയാണ് കാർട്ടലിലെ മറ്റൊരു പ്രമുഖൻ. മയക്കുമരുന്ന് കടത്തിനായി കൊളംബിയൻ തീവ്രവാദികളുമായി ചർച്ചകൾ നടത്തിയിരുന്നത് ഇയാളായിരുന്നു. വെനസ്വേലൻ നാഷണൽ ഗാർഡിന്റെ മുൻ മേധാവിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന നെസ്റ്റൽ റെവറോളാണ് നാഷണൽ ഗാർഡ് വഴിയുള്ള കൊക്കൈൻ കടത്തിന് പൂർണ്ണ സംരക്ഷണം നൽകിയിരുന്നത്. ഇവരുടെ എല്ലാം തലയ്ക്ക് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മില്യണുകളാണ് പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2013 ഹ്യൂഗോ ഷാവേസ് മരിച്ചു. നിക്കോളസ് മഡൂറോ വെനസ്വേലയുടെ പ്രസിഡന്റായി. ലോകം ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ലാത്തൊരു റിപ്പബ്ലിക്കായി വെനസ്വേല മാറിയത് ഇതോടെയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കൂ. അതുവരെ മയക്കുമരുന്ന് കടത്തിൻ്റെ ഇടനിലക്കാരനും ഫെസിലിറ്റേറ്ററും മാത്രമായിരുന്നു മഡൂറോ. ഈ ക്രിമിനൽ ശൃംഖലയുടെ പരമാധികാരിയായി അപെക്സ് ഓഫ് ദ നെറ്റ്വർക്കായി മാറി. 2013 ശേഷം ഡ്രഗ് ട്രാഫിക്കിംഗ് എന്നത് വെനസ്വേലയിൽ ഒരു വെറും ക്രിമിനൽ പ്രവർത്തനമല്ല, പ്രസിഡന്റിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന വെനസ്വേലയുടെ ഔദ്യോഗിക വ്യവസായമാണ്. ഏതാണ്ട് ദേശസാൽക്കരിക്കപ്പെട്ട പോലൊരു വ്യവസായം. അവിടെയുള്ള എണ്ണയേക്കാൾ വരുമാനം കൊണ്ടുവരുന്ന ഇൻഡസ്ട്രി. പ്രസിഡന്റായപ്പോൾ മഡുറോയ്ക്ക് വെനസ്വേലയിലെ മുഴുവൻ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഫുൾ ആക്സസ് ആൻഡ് കൺട്രോൾ കിട്ടി. മൾട്ടി ടൺ കൊക്കൈൻ ഷിപ്മെൻറ്റുകൾക്ക് നേരിട്ട് അനുമതി നൽകുന്ന ലോകത്തിലെ ഒരേ ഒരു പ്രസിഡന്റ്. ഓരോ വലിയ ഇടപാടിൽ നിന്നും കൃത്യമായ ഡയറക്റ്റ് കട്ട് കൈപ്പറ്റുന്ന രാജ്യത്തലവൻ. രാജ്യത്തിൻ്റെ പരമോന്നത എക്സിക്യൂട്ടീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു വലിയ കള്ളക്കടത്ത് മാഫിയയുടെ കേന്ദ്ര ഓഫീസായി മാറുന്ന കാഴ്ച അതിന് മുമ്പോ ശേഷമോ ലോകം കണ്ടിട്ടില്ല. ഒരു നാർക്കോ സ്റ്റേറ്റ് പദവിയിലേക്കുള്ള വെനസ്വേലയുടെ പതനം. ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര പിന്തുണയുള്ള ഏകാധിപതികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അമേരിക്കൻ വിരുദ്ധതയുടെ മറവിൽ എന്ത് കന്നന്തിരിവും അവർ ന്യായീകരിക്കും. അമേരിക്കയ്ക്ക് പണികൊടുക്കാൻ തങ്ങൾ എല്ലാ വഴിയിലൂടെയും പോകുമെന്ന് മഡൂറോ ജനങ്ങളോട് കവലപ്രസംഗം നടത്തി. മാസ്ഡ എന്ന് പറഞ്ഞ് വെനസ്വേലക്കാർ കൈയടിച്ചു. 2026 US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്റുകൾ ഇക്കാര്യത്തിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. മുമ്പ് അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കാർട്ടൽ ഡി ലോസ് സോലോസിനെ സിനലോവ കാർട്ടൽ പോലെ ഒരു ടിപ്പിക്കൽ ക്രിമിനൽ സിൻഡിക്കേറ്റായാണ് കണ്ടിരുന്നത്. 2026 പുതിയ കണ്ടെത്തലുകൾ ഈ ഡെഫിനേഷനെ പൂർണ്ണമായും തിരുത്തി കുറിക്കുന്നു. പുതിയ കോടതി രേഖകളിൽ കാർട്ടൽ ഡി സോലോസ് വെറുമൊരു അധോലോക സംഘമല്ല, വെനസ്വേലൻ ഭരണകൂടത്തിൻ്റെ അടിത്തറയായി മാറിയ ഒരു പാട്രണേജ് സിസ്റ്റമാണ്. ഭരണകൂടത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും മയക്കുമരുന്ന് പണം ഉപയോഗിച്ച് വിലക്കെടുത്ത് അഴിമതിയെ ഒരു ഔദ്യോഗിക സംസ്കാരമായി, കൾച്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനായി മാറ്റിയെടുത്ത വ്യവസ്ഥിതി. ഇതിൻ്റെ സ്ട്രക്ചറൽ കൺട്രോൾ പൂർണ്ണമായും മഡൂറോയുടെ കൈകളിലായിരുന്നു. എന്നിട്ട് അവർ എല്ലായ്പ്പോഴും വ്യാജ അമേരിക്കൻ വിരുദ്ധത വിളമ്പി ലോകത്തെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരുന്നു. ഭരണകൂടം തന്നെ ഒരു ക്രിമിനൽ എൻ്റർപ്രൈസായി മാറുമ്പോൾ അവിടെ നിയമവ്യവസ്ഥയും കോടതികളും സൈന്യവുമെല്ലാം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായി മാറുന്നു. മഡൂറോ പ്രസിഡന്റ് പദവി നിലനിർത്താൻ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം സൈന്യത്തിന് മേലുള്ള നിയന്ത്രണമാണ്. വിശ്വസ്തരായ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും ജനറൽമാർക്കും മഡൂറോ സമ്മാനമായി നൽകിയത് വെനസ്വേലയിലെ പ്രധാന മയക്കുമരുന്ന് കടത്ത് റൂട്ടുകളാണ്. കൊളംബിയൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെയും പ്രധാന തുറമുഖങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും നിയന്ത്രണം ഈ സംഘത്തിനായിരുന്നു. ഈ റൂട്ടുകളിലൂടെ നടക്കുന്ന കൊക്കൈൻ കടത്തിൽ നിന്നും സൈനിക ജനറൽമാർക്ക് മില്യൺ കണക്കിന് ഡോളർ സമ്പാദിക്കാം. പകരമായി അവർ മഡൂറോയുടെ ഭരണത്തിന് പൂർണ്ണ സംരക്ഷണം ഉറപ്പു നൽകും. മയക്കുമരുന്ന് പണത്തിലൂടെ സമ്പന്നരായ സൈനിക നേതൃത്വം മഡൂറോയ്ക്കെതിരെ ഉയർന്ന എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളെയും പ്രതിപക്ഷ നീക്കങ്ങളെയും ക്രൂരമായി അടിച്ചമർത്തി. കാരണം ആ നാർക്കോ സ്റ്റേറ്റിൻ്റെ പതനം തങ്ങളുടെ സാമ്പത്തിക സാമ്രാജ്യത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർക്കറിയാം. അവിടെ നടന്ന കാര്യങ്ങൾ കേട്ടാൽ നടുങ്ങും. വെനസ്വേലൻ സായുധ സേനയായ FANB രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് പകരം കൊളംബിയയിൽ നിന്ന് വരുന്ന 100 കണക്കിന് മെട്രിക് ടൺ കൊക്കൈൻ സുരക്ഷിതമായി രാജ്യത്തിന് പുറത്തേക്ക് കടത്താനുള്ള എസ്കോർട്ട് ഗ്രൂപ്പുകളായിട്ടാണ് പ്രവർത്തിച്ചത്. ബൊളിവാരിയൻ ഇൻ്റലിജൻസ് സർവീസ് എന്ന സെബിൻ പോലുള്ള വെനസ്വേലൻ ഏജൻസികൾ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റിന് പകരം മയക്കുമരുന്ന് കടത്തിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ നിരീക്ഷിക്കാനും അടിച്ചമർത്താനുമാണ് ഉപയോഗിക്കപ്പെട്ടത്. കോടതികൾ പോലും മഡൂറോ പറഞ്ഞയിടത്ത് നിന്നു, ഇരുന്നു, കിടന്നു, പെടുത്തു. പടിഞ്ഞാറൻ വെനസ്വേലയിലെ പ്രത്യേകിച്ച് കൊളംബിയൻ അതിർത്തിയോട് ചേർന്നുള്ള സൂലിയ, അപ്യൂറെ സംസ്ഥാനങ്ങൾ മയക്കുമരുന്ന് മാഫിയകൾക്കായി മഡൂറോ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടങ്ങളിലേക്ക് സാധാരണ സിവിലിയന്മാർക്കോ സ്വതന്ത്ര മാധ്യമങ്ങൾക്കോ പ്രവേശനമില്ലായിരുന്നു. വനമേഖലയിലും ഫാമുകളിലും 100 കണക്കിന് അനധികൃത റൺവേകൾ സൈന്യം നിർമ്മിച്ചു.
സെൻട്രൽ അമേരിക്കയിലേക്കും കരീബിയൻ ദ്വീപുകളിലേക്കും. അവിടെ നിന്ന് അമേരിക്കയിലേക്കും കൊക്കൈൻ കടത്തുന്ന വിമാനങ്ങൾ ഈ റൺവേകളിൽ നിന്നും പൊങ്ങി. വെനസ്വേലയിലെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമാണ് ബൊളിവാരിയൻ നാഷണൽ ഗാർഡ്, ഗാർഡിയ നാഷണൽ ബൊളിവാരിയ GNB. ഈ എലൈറ്റ് സൈനിക യൂണിറ്റ് മഡൂറോയുടെ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ വിശ്വസ്ത കാവൽക്കാരുമായിരുന്നു. വെനസ്വേലയിലെ പ്രധാന നാവിക തുറമുഖങ്ങളായ പൂർട്ടോ ക്യാബല്ലോ, മാരക്കൈബോ തുടങ്ങിയവയുടെ നിയന്ത്രണം GNBക്കായിരുന്നു. US സതേൺ കമാൻഡ് പുറത്തുവിട്ട രഹസ്യാന്വേഷണ റിപ്പോർട്ടിലും ഞെട്ടിക്കുന്ന പരാമർശങ്ങളുണ്ട്. മയക്കുമരുന്ന് ലോഡ് ചെയ്ത നാർക്കോ ഫ്ലൈറ്റ്സ് പറന്നുവരുന്ന സമയങ്ങളിൽ വെനസ്വേലൻ വ്യോമസേനയുടെ റഡാറുകൾ മനഃപൂർവ്വം ഓഫാക്കുകയോ നാവിഗേഷൻ ഡയറക്ഷൻ മാറ്റിവെക്കുകയോ ചെയ്തിരുന്നു. സൈനിക കമാൻഡർമാർക്ക് മഡൂറോ നേരിട്ട് നൽകിയ ഉത്തരവാണിത്. റഡാർ ബ്ലാക്ക് ഔട്ടുകൾ നടക്കുമ്പോൾ അന്താരാഷ്ട്ര വ്യോമാതിർത്തി നിരീക്ഷിക്കുന്ന ഏജൻസികൾക്ക് ഈ വിമാനങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം വെനസ്വേലയിലാണ്. അതിൻ്റെ നല്ല കാലത്ത് രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 95% എണ്ണ കയറ്റുമതിയിൽ നിന്നായിരുന്നു. ഈ പെട്രോസ്റ്റേറ്റ് തകർന്നതോടെ അവർക്ക് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടി പോകേണ്ടി വന്നു. ഹ്യൂഗോ ഷാവേസ് ഭരിച്ച 1999 മുതൽ 2013 വരെയുള്ള 14 വർഷം ലോകത്തിൽ എണ്ണവില അതിൻ്റെ പീക്കിലെത്തിയ സമയമാണ്. പണം വന്നപ്പോൾ ഷാവേസ് കുറേ ജനപ്രിയ പദ്ധതികൾ കൊണ്ടുവന്നു. വെനസ്വേലയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ ആരംഭിച്ചതും പന്തലിച്ചതും അന്നു മുതലാണ്. 2013 മുതൽ മഡൂറോ വന്നു. എണ്ണവില ഇടിഞ്ഞു. 2017 ശേഷം അമേരിക്കൻ ഉപരോധവും കൂടി എത്തിയതോടെ വെനസ്വേലയുടെ ആഗോള എണ്ണ വിപണി എന്നേക്കുമായി അടഞ്ഞുപോയി. അപ്പോഴും വെനസ്വേലൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ PDVSAയിൽ വിദഗ്ധർക്ക് പകരം മഡൂറോ അയാളുടെ ഇഷ്ടക്കാരായ സൈനിക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. പണിയറിയാത്ത ജനറൽമാർ കാരണം ഉൽപ്പാദനം വൻതോതിൽ കുറഞ്ഞു. എന്നാൽ ഇനി എണ്ണയ്ക്ക് പകരം വെനസ്വേലയിലെ സ്വർണം ഖനനം ചെയ്യാമെന്നായി മഡൂറോ. വെനസ്വേലയുടെ തെക്കൻ പ്രദേശത്തെ ഒറിനോക്കോ മൈനിങ് ആർക്കിൽ ആയിടെ വൻതോതിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു. ഈ വനമേഖല സൈന്യം വളഞ്ഞു. കുഴിച്ചെടുത്ത സ്വർണം തുർക്കിയിലും UAEയിലും റഷ്യയിലും ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു. പിന്നെയാണ് മഡൂറോ മയക്കുമരുന്ന് വ്യാപാരത്തെ ദേശസാൽക്കരിച്ചത്. ഡ്രഗ്സ് വിറ്റ് കിട്ടുന്ന ഡോളർ വെളുപ്പിച്ചെടുക്കാൻ ഈ ഗോൾഡ് മൈനിങ് നെറ്റ്വർക്ക് മഡൂറോ ഉപയോഗിച്ചു. മയക്കുമരുന്ന് പണം കൊണ്ട് സ്വർണം വാങ്ങി ആ സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റ് ലീഗൽ മണിയാക്കി. നിക്കോളാസ് മഡൂറോയുടെ വെനസ്വേല എന്ന അൾട്രാ നാർക്കോ ടെററിസ്റ്റ് സിൻഡിക്കേറ്റ് താരതമ്യം ചെയ്തു നോക്കിയാൽ സാക്ഷൽ സിനലോവ കാർട്ടലിനേക്കാളും പാബ്ലോയുടെ സാമ്രാജ്യത്തെക്കാളും എത്രയോ വലുതാണ്. തോക്കും തൂക്കി പിക്കപ്പിൽ തെക്കുവടക്ക് പായുന്ന ഹിറ്റ്മാൻമാരല്ല കാർട്ടൽ ഡി സൊലോസിനെ മുന്നോട്ട് നയിച്ചത്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ സായുധ ഗറില്ല ഗ്രൂപ്പുകളായ FARC, ELN, ക്രൂരതയ്ക്ക് കുപ്രസിദ്ധരായ ട്രെൻഡി അരഗ്വ മെഗാ ഗാങ്, പിന്നെ മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകൾ. അവരാണ് സൂര്യന്മാരുടെ കാർട്ടലിനെ ചലിപ്പിച്ചത്. അവരെ പരസ്പരം കോർത്തിണക്കുന്ന ആഗോള ലോജിസ്റ്റിക് ഹബ്ബായിരുന്നു വെനസ്വേലൻ ഭരണകൂടം. ഫ്യൂർസാസ് ആർമാദാസ് റവല്യൂഷനാരിയാസ് ഡി കൊളംബിയ എന്ന FARCുമായി മഡൂറോയ്ക്കുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര സൗഹൃദമല്ല, കോടിക്കണക്കിന് ഡോളർ മറിയുന്ന വ്യവസായ പങ്കാളിത്തമാണ്. കൊളംബിയയിലെ നിബിഡവനങ്ങളിൽ കൊക്കൈൻ കൃഷി ചെയ്യുന്നതിനും ലബോറട്ടറികളിൽ പ്രോസസ്സ് ചെയ്ത് കൊക്കൈനാക്കുന്ന പ്രൈമറി പ്രൊഡക്ഷൻ എഞ്ചിൻ FARCായിരുന്നു. പക്ഷേ 2016 മഡൂറോയ്ക്ക് തിരിച്ചടി കിട്ടി. കൊളംബിയൻ സർക്കാരും FARCും സമാധാന കരാർ ഒപ്പുവെച്ചു. അതോടെ ബഹുഭൂരിപക്ഷം FARC പോരാളികളും ആയുധം വെച്ച് കീഴടങ്ങി. ഈ സമാധാന നീക്കം മഡൂറോയുടെ മയക്കുമരുന്ന് ബിസിനസ്സിന് ഭീഷണിയായിരുന്നു. ഉൽപ്പാദനം നിന്നാൽ വെനസ്വേലയുടെ വരുമാനം നിലയ്ക്കും. അതിന് മഡൂറോ ഒരു വഴി കണ്ടു. അയാൾ വിപ്ലവ സംഘടനയെ പിളർത്തി രണ്ടാക്കി. ഒന്ന് FARC-EP, 2 സെഗുണ്ട മാർഗുറ്റാലിയ. കരാറിനെ ധിക്കരിച്ച് പുറത്തുപോയ വളരെ വയലൻ്റായ വിമതർക്ക് വെനസ്വേലൻ മണ്ണിൽ മഡൂറോ സുരക്ഷിത താവളങ്ങൾ നൽകി. FARCിനൊപ്പം കൊളംബിയയിലെ മറ്റൊരു ഇടതുപക്ഷ ഗറില്ല ഗ്രൂപ്പായ നാഷണൽ ലിബറേഷൻ ആർമിയെയും മഡൂറോ അയാളുടെ ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി. മഡൂറോയുടെ അധോലോക ബന്ധങ്ങൾ ഗറില്ല ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ട്രെൻഡി അരഗ്വ പോലുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങളിലേക്ക് നീളുന്നുണ്ട്. 2006 അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സൂപ്പർസീഡിംഗ് കുറ്റപത്രം മഡൂറോയും ട്രെൻഡി അരഗ്വയുടെ പരമാധികാരിയായ ഹെക്ടർ റസ്തൻഫോർഡ് ഗെരേരോ ഫ്ലോറസ് എന്ന നിഞ്ഞോ ഗെരേരയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. വെനസ്വേലയ്ക്കുള്ളിലെ പ്രാദേശിക മയക്കുമരുന്ന് വിതരണത്തിൻ്റെ പൂർണ്ണ ചുമതല ട്രെൻഡി അരഗ്വയ്ക്കാണ്. ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന സാധാരണക്കാരെയും ചെറുകിട ക്രിമിനൽ ഗ്രൂപ്പുകളെയും നിശബ്ദരാക്കാൻ മഡൂറോ ഈ ഗ്യാങ്ങിനെ ഉപയോഗിച്ചു. ജയിലിൽ കഴിയുമ്പോഴും ആഗോള ക്രിമിനൽ ശൃംഖല ചലിപ്പിക്കാൻ നിഞ്ഞോ ഗെരേരയ്ക്ക് മഡൂറോ ഭരണകൂടം എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. വെനസ്വേല അവരുടെ കൂറ്റൻ വെയർഹൗസുകളിൽ സ്റ്റോക്ക് ചെയ്യുന്ന കൊക്കൈൻ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും എത്തിക്കാൻ വലിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സിൻഡിക്കേറ്റുകളുടെ സഹായം വേണം. ഇവിടെയാണ് മഡൂറോ ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ ഹോൾസെയിലറായി മാറുന്നത് ലോകം കണ്ടത്. മെക്സിക്കോയിലെ കുപ്രസിദ്ധമായ 2 കാർട്ടലുകളുമായാണ് മഡൂറോ പ്രധാനമായും ബിസിനസ് നടത്തിയത്. ഒന്ന് സിനലോവ കാർട്ടൽ, 2 പഴയ സെറ്റാസ് ഗ്രൂപ്പ് കാർട്ടൽ ഡെൽ നൊറെസ്റ്റെ. വിമാനം വഴിയും ചെറുബോട്ടുകളിലും കൊക്കൈൻ നിർബാധം അമേരിക്കയിലേക്ക് ഒഴുകി. ഒരു രാജ്യത്തെ നേവിയും എയർഫോഴ്സും എല്ലാം അതിനിടനില നിന്നു. ഈ ഡാർക്ക് മാർക്കറ്റിലെ ഏറ്റവും മാരകമായ ഇടപാട് കൊക്കൈന് പകരം ആയുധങ്ങൾ എന്ന ഡീലാണ്. മഡൂറോ ഉത്തരവിട്ടപ്പോൾ
വെനസ്വേലൻ മിലിറ്ററി അവരുടെ മിലിറ്ററി ഗ്രേഡ് മെഷീൻ ഗണ്ണുകളും RPG-കളും ഗ്രനേഡുകളും കൊളംബിയൻ നാർക്കോ ഗറില്ലകൾക്ക് കൈമാറി. ഈ കാർട്ടലിനെ ടോപ്പ് ഓർഡറിൽ നയിച്ചിരുന്നത് മഡുറോ തനിച്ചായിരുന്നു. ഒരിക്കലുമല്ല. മഡുറോയുടെ ഭാര്യ സിലിയ ഫ്ലോറസ്, മകൻ നിക്കോളാസിറ്റോ, ആഭ്യന്തരമന്ത്രി ഡിയോസ്ഡാഡോ കബെല്ലോ ഇവരൊക്കെയുണ്ട് മുകളിൽ. അമേരിക്ക സമർപ്പിച്ച ഏറ്റവും പുതിയ കുറ്റപത്രത്തിൽ മഡുറോയുടെ ഭാര്യ സിലിയ ഫ്ലോറസിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ട തലകറങ്ങും. മഡുറോയ്ക്കൊപ്പം തന്നെ വെനസ്വേലയിലെ ഏറ്റവും സ്വാധീനമുള്ള പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയായിരുന്നു ഭാര്യ സിലിയ. കാർട്ടലുകൾക്ക് സുരക്ഷിതമായ മയക്കുമരുന്ന് റൂട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സിലിയ ഫ്ലോറസ് ബില്യൺ കണക്കിന് ഡോളർ കൈക്കൂലിയായി കൈപ്പറ്റി. മയക്കുമരുന്നിനെതിരെ എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട വെനസ്വേലൻ ഏജൻസികൾ ഫ്ലോറസിന്റെ ഇടപെടലുകളിലൂടെ മയക്കുമരുന്ന് കടത്തുകാരുടെ കാവൽക്കാരായി. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലും സെക്യൂരിറ്റി വിങ്ങുകളിലും ഫ്ലോറസ് സ്വന്തം ആളുകളെ തിരികെ കയറ്റി. സിലിയ ഫ്ലോറസിനും മഡുറോ കുടുംബത്തിനും മയക്കുമരുന്ന് കടത്തിലുള്ള പങ്കാളിത്തം പെട്ടെന്ന് വെളിപ്പെട്ടതല്ല. 2016 ലോകം ചർച്ച ചെയ്ത നാർക്കോ നെഫ്യൂസ് കേസ് ഓർമ്മയില്ലേ? ഹൈ പ്യൂരിറ്റിയുള്ള 800 കിലോഗ്രാം കൊക്കൈൻ അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ ഫ്രാങ്കി ഫ്രാൻസിസ്കോ ഫ്ലോറൻസ് ഫ്രീറ്റാസ്, എഫ്രൈൻ ആന്റോണിയോ കാമ്പോ ഫ്ലോറസ് എന്നീ 2 പേരെ ഹെയ്ത്തിയിൽ വെച്ച് അമേരിക്കൻ സഹായത്തോടെ അറസ്റ്റ് ചെയ്തു. വെനസ്വേലൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ എയർപോർട്ട് ടെർമിനലിൽ നിന്നാണ് അവർ പറന്നുയർന്നത്. ആരായിരുന്നു പ്രതികളായ ഫ്രാങ്കിയും എഫ്രൈനും? വേറെ ആരുമല്ല, മഡുറോയുടെ അളിയൻ്റെ മക്കൾ, ഭാര്യ സിലിയ ഫ്ലോറസിൻ്റെ അനന്തരന്മാർ, അതായത് ആങ്ങളയുടെ മക്കൾ. മഡുറോയുടെ മൂത്ത മകൻ നിക്കോളാസ് ഏണസ്റ്റോ മഡുറോ ഗുവേര എന്ന നിക്കോളാസിറ്റോയും ഇക്കാര്യത്തിൽ അച്ഛൻ്റെ മകനാണ്. കാർട്ടൽ ഡി സൊലോസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് നിക്കോളസിറ്റയാണ്. കിട്ടുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ ലോകമെമ്പാടും ഷെൽ കമ്പനികൾ സ്ഥാപിച്ച് പണം ട്രാഫിക് ചെയ്തത് ഈ ക്രിമിനലാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ മറികടന്ന് മഡുറോ കുടുംബത്തിൻ്റെ പണം സ്വിറ്റ്സർലാൻഡിലെയും മാൾട്ടയിലെയും ഒക്കെ ബാങ്കുകളിലെത്തിയത് അയാൾ വഴിയാണ്. ഇതൊക്കെ എങ്ങനെ അമേരിക്കയ്ക്ക് മുന്നിൽ കൃത്യമായി വെളിപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരു മാപ്പ് സാക്ഷിയെക്കുറിച്ച് കൂടി പറയണം. കാർട്ടൽ ഡി സൊലോസിൻ്റെ ഡ്രഗ് ട്രാഫിക്കിംഗ് റൂട്ടുകൾ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ തത്ത പറയും പോലെ പറഞ്ഞത് വെനസ്വേലയുടെ മുൻ മിലിറ്ററി ഇൻ്റലിജൻസ് മേധാവി മേജർ ജനറൽ ഹ്യൂഗോ എൽ പോളോ കർവഹാളാണ്. മഡുറോയുമായി പിരിഞ്ഞ രാജ്യം വിട്ട കർവഹാളിനെ സ്പെയിനിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീടാണ് ഇയാളെ അമേരിക്കയിലേക്ക് നാട് കടത്തിയത്. 2025 US കോടതിയിൽ അയാൾ കുറ്റസമ്മതം നടത്തി. രഹസ്യരേഖകളും വിവരങ്ങളും US പ്രോസിക്യൂട്ടർമാർക്ക് കൈമാറി. അധികം വൈകാതെ അമേരിക്കയ്ക്ക് മറ്റൊരാളെ കൂടെ കിട്ടി. കാർട്ടൽ ഡി ലോസ് സലോസിൻ്റെ പ്രധാന ഓപ്പറേറ്ററായിരുന്ന ജനറൽ ക്ലിയോർ അൽക്കാല കോർണോഡസ് അമേരിക്കൻ കസ്റ്റഡിയിൽ കിടന്ന് നരകിച്ചപ്പോൾ അയാളും രഹസ്യങ്ങളുടെ കെട്ടഴിച്ചു. ഇന്ന് ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ബ്രൂക്ലിൻ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെൻറ്ററിൽ തടവിലാണ് നിക്കോളാസ് മഡുറോ. US ഫെഡറൽ കോടതിയിൽ വിചാരണ നേരിടുന്ന അയാൾക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞാൽ കുറഞ്ഞത് 20 വർഷം മുതൽ 200 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. $50 മില്യൺ അമേരിക്ക അയാളുടെ തലയ്ക്ക് വിലയിട്ടിരുന്നത്. അത് വാങ്ങിയെടുത്ത ആരൊക്കെയോ വെനസ്വേലൻ സൈന്യത്തിലും ഇൻ്റലിജൻസിലും ഇപ്പോഴും ഉണ്ട്. ഇനി ആ രാജ്യത്തിൻ്റെ വിധി എന്താണെന്നറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ലോകം ഇപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്നുണ്ട്. ഭൂമിയിൽ ഒരു നാർക്കോ സ്റ്റേറ്റ് ആവശ്യമില്ല. അത് മനുഷ്യന് ഭീഷണിയാണ് എന്ന കാര്യം.